നമ്മളോട് പലരും മുറിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതുപോലെ ചതിവ്, വഞ്ചന, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് നമ്മളെ കുറ്റപ്പെടുത്തും അല്ലേ? അങ്ങനെ നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ട് ആരോടും പറയാൻ പറ്റാതെയും നമുക്കത് തിരുത്താൻ പറ്റാതെയും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മളോട് ചെയ്തവരെല്ലാം വളരെ സന്തോഷമായി, വളരെ എല്ലാ കാര്യത്തിനും സുഖമായി ജീവിക്കുമ്പോൾ നമുക്കൊരു തരം നിരാശയും നമുക്കൊരു തരം സങ്കടം ഉണ്ടാവും അല്ലേ? എന്താണ് നമ്മളൊന്നും ചെയ്യാതെയും നമുക്ക് ഇങ്ങനെ വിഷമങ്ങളൊക്കെ ചിലത് വരുമ്പോൾ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തവർ വളരെ പ്രശ്നമില്ലാതെ ജീവിക്കുന്നു. അപ്പോൾ ഇതൊന്നും ദൈവം കാണുന്നില്ലേ എന്നൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. അവരോടൊന്നും നമ്മൾ ശപിക്കുകയോ അങ്ങനെ നിരാശപ്പെട്ട് ജീവിക്കുകയോ അതിനെപ്പറ്റി എപ്പോഴും ചിന്തിക്കുകയോ ഒന്നും വേണ്ട. കാരണം അവരിങ്ങനെ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുക. നിങ്ങളോ, നിങ്ങളിവിടെ ദുഃഖിച്ചിട്ട് എന്താണ് നമുക്കിങ്ങനെ എന്ന് ചിന്തിച്ചിരിക്കും. അപ്പം നിങ്ങൾ എന്ത് വേണമെന്നല്ല, അത് പാടെ മറന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ല ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുകയോ അവരോട് ഇതുപോലെ അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട. അവരിങ്ങനെ സ്റ്റെപ്പുകൾ കയറി കയറി മുകളിലോട്ട് എത്തുമ്പോൾ മുകളിൽ നിന്നൊരു വീഴ്ചയുണ്ട്. അതാണ് വീഴ്ച. അല്ലാതെ പെട്ടെന്ന് കൊടുത്താൽ ചിലപ്പോൾ 2, 3, 4 സ്റ്റെപ്പൊക്കെ അവർ കയറിയിട്ടുണ്ടാവും. ആ വീഴ്ചയിൽ അവർക്ക് പരിക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? അവർ പൊടിയും തട്ടി എഴുന്നേറ്റ് തിരിഞ്ഞൊന്ന് നോക്കി അങ്ങ് പോവും. അതേസമയത്ത് ഏറ്റവും ടോപ്പ് സ്റ്റെപ്പിൻ്റെ മുകളിൽ എത്തിയിട്ട് വീഴുമ്പോൾ എന്തായാലും ഒരു പരിക്ക് പറ്റും അല്ലേ? അതിനാണ് ദൈവം അവരോട് ക്ഷമയോടുകൂടി അവർ സ്റ്റെപ്പിൻ്റെ മുകളിലെത്താനാണ് ദൈവം കാത്തിരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി. അതിനുശേഷമുള്ള വീഴ്ച നിങ്ങൾക്ക് നല്ല സമാധാനം ഉണ്ടാകും. കാരണം ഭഗവാനെ എന്നോട് കാണിച്ചതിന് ദൈവം അത് കണ്ടല്ലോ എന്ന്. അല്ലാതെ നിങ്ങൾ ആരെയും ശപിക്കാനോ എല്ലാവരോട് പിന്നെ എന്തെങ്കിലും ഇതിന് പകരമായി ചോദിക്കാനോ അങ്ങനെയൊന്നും നിങ്ങൾ നിൽക്കണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ? കാരണം നമ്മൾ മനുഷ്യരല്ലേ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ദൈവമായി പോവില്ലേ? നമുക്ക് അങ്ങനെ ഒരു ചിന്തകളില്ലെങ്കിൽ നമ്മളെല്ലാവരും ദൈവമായി പോകും. നമ്മളും മനുഷ്യരാ. അപ്പം അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. നിങ്ങൾ നിങ്ങളുടേതായ നല്ല കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. അതല്ലേ എൻ്റെ ശരി?